മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് CBI രേഖപ്പെടുത്തി. അതേസമയം ED അറസ്റ്റ് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി കെജ്രിവാൾ പിൻവലിച്ചിട്ടുമുണ്ട്. CBI അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പുതിയ ഹർജി പിൻവലിച്ചത്. B. ബാലഗോപാൽ ചേരുന്നു. ബാലു, കൂടുതൽ കുരുക്ക് എന്ന് തന്നെ പറയാൻ കഴിയുന്ന തരത്തിൽ കെജ്രിവാളിനെ അറസ്റ്റ് CBI കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തൊക്കെ ചാർജുകളാണ്, എങ്ങനെയാണ് CBIയുടെ നീക്കം? അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം വൈകുമെന്നതാണ് ഈ അറസ്റ്റോട് കൂടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ EDയുടെ അറസ്റ്റ് ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഈ CBI തങ്ങൾ രജിസ്റ്റർ ചെയ്ത കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇക്കാര്യം ഇന്ന് രാവിലെ ഡൽഹിയിലെ പ്രത്യേക CBI കോടതിയിൽ ഹാജരാക്കിയപ്പോൾ CBIയുടെ അഭിഭാഷകർ കോടതിയെ അറിയിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഈ സുപ്രീം കോടതി ED അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ വേണ്ടി എടുത്തപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ഈ CBIയുടെ CBI അറസ്റ്റ് രേഖപ്പെടുത്തിയ കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ തങ്ങൾക്ക് പുതിയ അപേക്ഷ അല്ലെങ്കിൽ പുതിയ ഹർജി നൽകുന്നതിനായി തങ്ങൾ ഇതുവരെ ഫയൽ ചെയ്തിരിക്കുന്ന പഴയ ഹർജി പിൻവലിക്കാൻ അനുവദിക്കണമെന്നും ഈ കെജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഏതായാലും അരവിന്ദ് കെജ്രിവാളിന് ജയിൽ മോചനം വൈകുവാനാണ് സാധ്യത. ശരി, B. ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന്.